വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പാരലൽ ലൈൻസ് എന്നുള്ള 18 മാർക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉറപ്പിക്കാൻ സാധിക്കും. സോ നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ടും വീഡിയോ കാണുക. ഇന്ന് 7:30 നമ്മളുടെ മാരത്തോൺ ലൈവ് ക്ലാസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. നാളെ ക്രിസ്മസ് എക്സാം മാത്തമാറ്റിക്സ് നിങ്ങൾ എഴുതുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് പോലും നിങ്ങൾക്ക് ടെൻഷൻ കയറാൻ പാടില്ല. അതാണ് സൈലത്തിന് ഉള്ള നിർബന്ധം എന്ന് പറയുന്നത്. ഞാനും ഫൂഫു സാറും ചേർന്ന് എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾക്ക് സെറ്റാക്കി തന്നിരിക്കും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ നിങ്ങളോട് QR-ന്റെയും RS-ന്റെയും നീളമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്. ഇത് ഇങ്ങനെ അങ്ങ് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. എല്ലാവർക്കും ചെയ്യാൻ അറിയാം. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. AB തന്നിട്ടുണ്ട്, BC തന്നിട്ടുണ്ട്, PQ തന്നിട്ടുണ്ട്, QR തന്നിട്ടില്ല. അപ്പോ എങ്ങനെ ചെയ്യും? സിമ്പിൾ ആണ്. നോക്കിക്കോ, AB മക്കളെ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചിരുന്നോ? AB ബൈ BC is equal to AB by BC എന്ന് പറയുന്നതും PQ by QR എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. അതായത് ഈ 3 പാരലൽ ലൈനുകൾ ഇതിനെ കട്ട് ചെയ്യുന്നത് ഒരേ റേഷ്യോയിലാണ്. മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ 2/3 is equal to PQ എത്രയാ? 6 by QR. ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യാതെ തന്നെ ആൻസറിലേക്ക് വരാൻ ട്രിക്ക് വേണോ മക്കൾക്ക്? പിടിച്ചോ. സിമ്പിൾ ആയിട്ട് 2-നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാ 6 കിട്ടുക? 2-നെ മക്കളെ 3 കൊണ്ട് ഗുണിച്ചാലല്ലേ 6 കിട്ടുക? ശരിയല്ലേ? 2-നെ നിങ്ങൾ 3 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ 6 കിട്ടുക. അങ്ങനെയാണെങ്കിൽ 3-നെ ഒന്ന് 3 കൊണ്ട് ഗുണിച്ചേ. 3 into 3 ചെയ്താൽ QR കിട്ടും. 3-നെ ഒന്ന് 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 2-നെ 3 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് 6 കിട്ടും. 3-നെ 3 കൊണ്ട് ഗുണിച്ചാൽ 9 സെന്റിമീറ്റർ ആണ്. 9 സെന്റിമീറ്റർ ആണ് ഇവിടെ നമ്മുടെ QR എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ. അടുത്ത നോക്കിക്കേ. അടുത്തത് എഴുതാൻ ഇതിലും സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ. നോക്കിക്കോ, BC by CD is equal to QR by താഴെയുള്ളതാരാ? RS. ഓക്കെ, BC എന്ന് പറയുന്നത് 3 ആണ്, ഇവിടെ 4 ആണ്. QR എന്ന് പറയുന്നത് 9 ആണ്. RS 3-നെ 9 ആക്കാൻ ഏത് നമ്പർ കൊണ്ടാണ് നമ്മൾ ഗുണിച്ചത്? 3 കൊണ്ട്. ശരിയല്ലേ? സോ 4-നെ ഒന്ന് 3 കൊണ്ട് ഗുണിക്ക്. 4-നെ 3 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 12 സെന്റിമീറ്റർ. സോ 4 into 3 ചെയ്താൽ RS എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് നിങ്ങൾക്ക് വരാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് നമുക്ക് സെറ്റ് ആണല്ലോ. യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ABCയില് BCക്ക് പാരലൽ ആണ് DE എന്ന് പറയുന്നത് BCക്ക് സമാന്തരമാണ് എന്ന് ക്വസ്റ്റ്യനിൽ തരും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്റെ മക്കൾക്ക് എഴുതി വെക്കാം. AD by DB is equal to AE by EC. അതായത് AD by DB is equal to AE by EC. ഓക്കെ ആണ്. EC അപ്പൊ AD എത്രയാ? 4. ഇതെത്രയാ? 6 is equal to 8 by EC. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണോ? വേണ്ട, സിമ്പിളാ. നമുക്ക് 4-നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും? 4-നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാൽ 8 കിട്ടുക? 2 കൊണ്ട്. അപ്പൊ 6-നെ എന്താക്കുക? 2 കൊണ്ട് ഗുണിക്കുക. സോ EC is equal to 6 into 2 12 സെന്റിമീറ്റർ. ഡബിൾ ഓക്കെ. യെസ്. അതുപോലെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ AD by DB is equal to AE by EC ആണെന്ന് തന്നാൽ അപ്പോൾ എന്റെ മക്കൾ എന്ത് മനസ്സിലാക്കണം? അങ്ങനെ ആകണമെങ്കിൽ ഈ കാര്യം ശരിയായിരിക്കണം. DE എന്ന് പറയുന്നത് പാരലൽ ടു BC ആയിരിക്കണം. DE BCക്ക് സമാന്തരമാണെങ്കിൽ മാത്രമാണ് ഇതിങ്ങനെ ആവുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണ്. സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യം നോക്കിക്കോ. ഇവിടെ P എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. P എന്ന് പറയുന്നത് ABന്റെ മധ്യബിന്ദു. അപ്പോ മധ്യബിന്ദു മിഡ് പോയിന്റ് ആണെങ്കിൽ നിങ്ങൾ പറ, ഈ AP എത്രയാ? 3 സെന്റിമീറ്റർ ആണ് സാറേ. DP എത്രയാ? 3 സെന്റിമീറ്റർ ആണ് മാഷേ. ശരിയല്ലേ? ആണ്. അതുപോലെ Q എന്ന് പറയുന്ന മധ്യബിന്ദു ആണെങ്കിൽ ഇത് 4 സെന്റിമീറ്റർ, ഇതും 4 സെന്റിമീറ്റർ. കാരണം 8-ന്റെ പകുതി ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ Pയും Qയും മിഡ് പോയിന്റ് ആണെങ്കിൽ മക്കളെ പഠിച്ചു വെച്ചോ. അങ്ങനെയാണെങ്കിൽ PQ എന്ന് പറയുന്നത് പാരലൽ ടു
ബി സി ആയിരിക്കും. പി ക്യു എന്ന് പറയുന്നത് ബി സിക്ക് സമാന്തരമായിരിക്കും. മാത്രമല്ല പി ക്യുവിന്റെ നീളം എന്ന് പറയുന്നത് ബി സിന്റെ പകുതി ആയിരിക്കും. പി ക്യുവിന്റെ നീളം എത്രയാ? ബി സിന്റെ പകുതി ആയിരിക്കും എന്നുകൂടെ എന്റെ മക്കള് പഠിക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? വളരെ വളരെ സിമ്പിൾ ആയിട്ട് അത് പഠിച്ചു. അപ്പൊ ബി സിന്റെ പകുതി, അപ്പൊ ഇത് എത്രയാ? 7ന്റെ പകുതി എത്രയാ? 3.5 സെന്റിമീറ്റർ ആണ്. 3.5 സെന്റിമീറ്റർ ആണ്. എന്റെ മോനെ എത്ര സിമ്പിൾ ആയിട്ടാ പഠിച്ചേ, എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചേ. ഇനി നമുക്ക് നോക്കാം, ഈ ചിത്രം നോക്കാം. പിയും ക്യൂവും ആറും മധ്യബിന്ദുവാണ്. ഓക്കെ, പിയും ക്യൂവും ആറും മധ്യബിന്ദുവാണ്. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇവിടെ പി ആർ എന്ന് പറയുന്നത് ബി സിന്റെ പകുതിയാണ്. അതുപോലെ ക്യു ആർ എന്ന് പറയുന്നത് എ ബിന്റെ പകുതിയാണ്. എ ബിന്റെ പകുതിയാണ്. അതുപോലെ പി ക്യു എന്ന് പറയുന്നത് എ സിന്റെ പകുതിയാ. അങ്ങനെ വരുള്ളൂ. ഓക്കെ, അപ്പോ ബി സി 6 സെന്റിമീറ്റർ ആയാൽ ഇതും 3 സെന്റിമീറ്റർ ആണ്, ഇതും 3 സെന്റിമീറ്റർ ആണ്. കാരണം ക്യൂ മധ്യബിന്ദുവാ. അതുകൊണ്ട് പി ആർ എന്ന് പറയുന്നത് എത്ര തന്നെയാ? 3 സെന്റിമീറ്റർ, 6ന്റെ പകുതി. സോ ആ ചോദ്യത്തിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി, 3 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കും വലിയ ട്രയാങ്കിളിന്റെ ചുറ്റളവ് എത്രയാ? 18 ആണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ ട്രയാങ്കിളിന്റെ ചുറ്റളവ് ചോദിച്ചാൽ, ഉള്ളിലുള്ള ചെറിയ ട്രയാങ്കിളിന്റെ ചുറ്റളവ് ചോദിച്ചാൽ ആ 18ന്റെ പകുതി, ചുറ്റളവ് സമം 18ന്റെ പകുതി, അതെത്രയാ? 18ന്റെ പകുതി എന്ന് പറഞ്ഞാൽ സിമ്പിൾ എത്രയാ? 18ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 9 സെന്റിമീറ്റർ. ശരിയല്ലേ? ഇത് സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. നോക്കിക്കേ, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ഇപ്പോ നിങ്ങളൊരു ബാക്ക് ബെഞ്ചർ ആണ്, ഒന്നും അറിയില്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി നിങ്ങൾക്ക് A+ ആണ് കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ എഴുതുക. പി ക്യു ആർ എന്ന് പറയുമ്പോൾ പി ക്യു പ്ലസ് ക്യു ആർ പ്ലസ് പി ആർ, 3 സൈഡും കൂട്ടാം. പി ക്യു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? പി ക്യു എന്ന് പറഞ്ഞാൽ അത് എ സിന്റെ പകുതിയാണ്, പ്ലസ് ക്യു ആർ എന്ന് പറഞ്ഞാൽ അത് എ ബിന്റെ പകുതി, പ്ലസ് നോക്കുക മറ്റേത് പി ആർ എന്ന് പറയുന്നത് ബി സിന്റെ പകുതി. ഇത് 3 കൂടെ കൂട്ടിയാൽ എത്രയാ? നോക്ക്, ഈ ന്യൂമറേറ്ററുള്ള 3 കൂടെ കൂട്ടുക. എന്നിട്ട് എ സി പ്ലസ് എ ബി പ്ലസ് ബി സി ബൈ 2 എല്ലാം കൂടെ കൂട്ടിയിട്ട് 2. ഇത് 3 കൂടെ കൂട്ടിയാൽ എ ബി സിന്റെ ചുറ്റളവല്ലേ? എ ബി സിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 18. 18ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 9 സെന്റിമീറ്റർ. സെറ്റ്. വളരെ സിമ്പിൾ ആയിട്ട് ആ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ വേണമെങ്കിലും എഴുതട്ടോ. പക്ഷെ A+നുള്ള ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ എഴുതണം. ഓക്കെ, അടുത്ത ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. നോക്കിക്കോ. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും സെയിം ക്വസ്റ്റ്യൻ. എ ബി സിന്റെ ഏരിയ നിങ്ങൾക്ക് 12 ആണെന്ന് തന്നു. ശ്രദ്ധിച്ചോ. സെയിം ഫിഗർ വെച്ചിട്ട് നമ്മൾ ഈ ചോദ്യം ചെയ്യാൻ പോവാണ്. എ ബി സിന്റെ ഏരിയ നിങ്ങൾക്ക് തരും. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എത്രയാണെന്നറിയോ? 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിനകത്തുള്ള എല്ലാ ട്രയാങ്കിളും 4 ട്രയാങ്കിളും ഈക്വൽ ആണ്. 4 ട്രയാങ്കിളും ഈക്വൽ ആണ്. ഇപ്പൊ ബി സി ഞാൻ പറയുന്നു 8 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതും 4 ഇതും 4. ഇപ്പൊ എ സി എന്ന് പറയുന്നത് 6 ആണെങ്കിൽ ഇതും 3 ഇതും 3. ഓക്കെ, ഇതെന്ന് പറയുന്നത് 12 ആണെങ്കിൽ, ഇതെന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 6 ഇതും 6. അതിൽ സംശയമില്ലല്ലോ, കാരണം മിഡ് പോയിന്റുകളാണ്. മിഡ് പോയിന്റ് ആണെങ്കിൽ പകുതിയല്ലേ വരിക? ആണ്. ഇനി ബി സിന്റെ പകുതിയാണ് ഇവിടെ വരിക, ഇവിടെ 4. ക്യു ആർ എന്ന് പറയുമ്പോൾ ഇതാ ഈ 12ന്റെ പകുതി ഇവിടെ 6, ഇവിടെ 6ന്റെ പകുതി ഇവിടെ 3. അതായത് ഈ ട്രയാങ്കിളുകളെല്ലാം എന്താണ്? ഈ ട്രയാങ്കിളുകളെല്ലാം തുല്യ ത്രികോണങ്ങളാണ്. ഈ ട്രയാങ്കിളുകളെല്ലാം തുല്യ ത്രികോണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇതിനെ 4നും ഒരേ ഏരിയ ആണ്. ഈ 4നും ഒരേ ഏരിയയാണ്. സോ ഇത് 3 ഇത് 4. ഇതിന്റെ ഒക്കെ ഏരിയ എത്രയാ? ഇത് 3 സെന്റിമീറ്റർ സ്ക്വയർ, ഇത് 3 സെന്റിമീറ്റർ സ്ക്വയർ, ഇത് 3 സെന്റിമീറ്റർ സ്ക്വയർ, ഇത് 3 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അതേപോലെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഈ സാധനങ്ങൾ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതൊരു പാരലലോഗ്രാം ആയിരിക്കും, സാമാന്തരികമായിരിക്കും. ഈ സാമാന്തരികത്തിന്റെ പരപ്പളവ് എത്രയാ? 3 കൂട്ടിയാൽ മതി 6. അതായത് ഇതിന്റെ പകുതി ആയിരിക്കും, ട്രയാങ്കിളിന്റെ പകുതി ആയിരിക്കും ഈ പാരലലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത്.
അതേപോലെ മറ്റൊരു പാരലലോഗ്രാം ഇവിടെ കാണാം. കണ്ടോ, ഇത് മറ്റൊരു പാരലലോഗ്രാം. അതേപോലെ വേറൊരു പാരലലോഗ്രാം നിങ്ങൾക്ക് കാണാം. നോക്കിക്കോ, ഇത് വേറൊരു പാരലലോഗ്രാം. അങ്ങനെ 3 പാരലലോഗ്രാം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 3 പാരലലോഗ്രാം സാമാന്തരികങ്ങളുടെയും പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? പരപ്പളവ് എന്ന് പറയുന്നത് 12ന്റെ പകുതി. ഏരിയ ഓഫ് 1 ട്രയാങ്കിൾ എന്ന് പറയുന്നത് 1 സ്മോൾ ട്രയാങ്കിൾ ചോദിച്ചാൽ ചിലപ്പോൾ ചോദിക്കും, ചെറിയ ഏതെങ്കിലും ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ചോദിക്കും. പേര് നോക്കിയാൽ മതി. ചെറുതായി നോക്കിയാണുള്ളത് APR, PQR, PBQ, RQC, QCR എന്നുള്ള രീതിയിൽ പേര് കൊടുക്കും. ഓക്കെ, അങ്ങനെ തന്നാൽ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ ചോദിച്ചാൽ ഇവിടെ 12 ആണെങ്കിൽ അതിനെ 12/4 ചെയ്താൽ 3. എത്രയാണ്? 3 സെന്റിമീറ്റർ സ്ക്വയർ. അതുപോലെ ഏരിയ ഓഫ് പാരലലോഗ്രാം ചോദിച്ചാൽ നിങ്ങളെ മനസ്സിലാക്കുക ഇതാ സാമാന്തരികം. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ സാമാന്തരികമാണ്. ഈ സാമാന്തരികത്തിന്റെ പരപ്പളവ് ചോദിച്ചാൽ സിമ്പിൾ ആണ്, 12ന്റെ പകുതി 6 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നിങ്ങളോട് ചിലപ്പം ചോദിക്കും ട്രപ്പീസിയം. ഇവിടെ BCRP എന്ന് പറയുന്ന ട്രപ്പീസിയം ഉണ്ട്. അതിന്റെ ഏരിയ ഓഫ് ട്രപ്പീസിയം എത്രയാ? നോക്ക്, അത് 3 ട്രയാങ്കിൾസ് ഇല്ലേ? ദാറ്റ് ഈസ് 3 + 3 + 3 which is equal to 9 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? ട്രപ്പീസി ആണ് ചോദിക്കുന്നതെങ്കിൽ അതിലെ 3 ട്രയാങ്കിളുകൾ ചേർന്നിട്ടാണ് ട്രപ്പീസി ഉണ്ടാകുന്നത് മനസ്സിലാക്കുക. സെറ്റ് ആണോ? 2 ട്രയാങ്കിൾ ചേർന്നാൽ അവിടെ പാരലലോഗ്രാം ആണ് ഉണ്ടാവുക. ഓക്കെ ആണ്. അപ്പൊ നിങ്ങളോട് ഇത് വരയ്ക്കാൻ ചിലപ്പം ചോദിച്ചിട്ടുണ്ട്. AB 6 സെന്റിമീറ്റർ, ACയും BCയും. ഈ ചോദ്യം ശ്രദ്ധിക്കുക, ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കോ, AB 6 സെന്റിമീറ്റർ, AC BC 5 സെന്റിമീറ്റർ. ആദ്യം 6 സെന്റിമീറ്റർ ഉള്ള ഒരു സൈഡ് വരയ്ക്കുക. ശരിയല്ലേ? 6 സെന്റിമീറ്റർ. എന്നിട്ട് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ. ഓക്കെ, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. ഇതാ ഈ സൈഡ് 5 സെന്റിമീറ്റർ, ഈ സൈഡും 5 സെന്റിമീറ്റർ. വരച്ചൂടെ? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതല്ലേ ഉള്ളൂ. 5 സെന്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ എങ്ങനെയാ വരയ്ക്കുക? അതെല്ലാവർക്കും അറിയാം. അത് നമ്മുടെ വരയ്ക്കാനുള്ള മുഴുവൻ ചോദ്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അത് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കണം. അത് കണ്ടാൽ വരയ്ക്കാനുള്ള മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾക്ക് സെറ്റാക്കാം. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതിന്റെ പകുതി പരപ്പളവുള്ള സാമാന്തരികം വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. പകുതി പരപ്പളവുള്ള സാമാന്തരികം വളരെ സിമ്പിൾ ആണ്. ഇത് 5 ആണെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ് എത്രയാ? 2.5. സംശയം ഉണ്ടായില്ല ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ 2.5 ഇത് മിഡ് പോയിന്റ്. അതേപോലെ ഇവിടെയും മിഡ് പോയിന്റ് വരൂലേ? ഇത് 2.5, ഇതും 2.5. അങ്ങനെ മിഡ് പോയിന്റ് സ്കെയിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്താം. ഇനി പരിപാടി ഇതാ കഴിഞ്ഞു. സിമ്പിൾ. യെസ്, നോക്കിക്കോ, ഈ മിഡ് പോയിന്റ് തമ്മിൽ യോജിപ്പിക്കുക. ഈ 6ന്റെ മിഡ് പോയിന്റ് കണ്ടുകൂടെ നിങ്ങൾക്ക്? 6ന്റെ മിഡ് പോയിന്റ് എങ്ങനെയാ കാണുക? ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെയും 3 സെന്റിമീറ്റർ വരുന്ന രീതിയിൽ 6ന്റെ മിഡ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. വരച്ചാൽ കിട്ടി, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. 3 സൈഡിന്റെ മിഡ് പോയിന്റ് വരയ്ക്കുക, യോജിപ്പിച്ചാൽ പരിപാടി കഴിഞ്ഞു. സിമ്പിൾ. സെറ്റല്ലേ? വേണ്ട പാരലലോഗ്രാം കിട്ടിയല്ലോ. ഇത്രയും പഠിച്ചാൽ പാരലലോഗ്രാമായിട്ടുള്ള സെറ്റായി. ഇതാ ഒരൊറ്റ ചോദ്യം കൂടെ ഉള്ളൂ. എല്ലാ മക്കളും ശ്രദ്ധിച്ചിരിക്കുക. ഒറ്റ ചോദ്യം കൂടെ പഠിച്ചാൽ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സെറ്റ് ആക്കാനുള്ള എല്ലാ ചോദ്യങ്ങളുമായി എന്ന് പറയാം. കാരണം വേറൊരു സെൻട്രോയിഡിന്റെ ഭാഗമുണ്ട്, അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കോ, BCയും GFും സമാന്തരമാണ്. BC GFന് പാരലൽ ആണ്. അതുപോലെ CD ശ്രദ്ധിക്കുക, CD എന്ന് പറയുന്നത് EFന് പാരലൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക AB ഈസ് ടു BG എന്ന് പറയുന്നതും അതുപോലെ AC ഈസ് ടു CF എന്ന് പറയുന്നതും AD ഈസ് ടു DE എന്ന് പറയുന്നതും ഈ 3ഉം സെയിം ആണ്. ഓക്കെ, അത് പാരലൽ ആയതുകൊണ്ട്
ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഈ റേഷ്യോ സെയിം. അതുപോലെ ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഈ റേഷ്യോ സെയിം. അതുകൊണ്ട് ഈ 3 റേഷ്യോയും സെയിം ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ എ സിയും സി എഫും തമ്മിലുള്ള റേഷ്യോ 3:1 ആണെങ്കിൽ, ഇത് 3:1 ആണെങ്കിൽ എ ബിയും ബി ജിയും തമ്മിലുള്ള റേഷ്യോ എത്രയാ? 3:1. 3:1. അപ്പോ എ ബി എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ, എ ബി 3x ആണെന്ന് എടുത്താൽ ബി ജി എത്രയാ? എക്സ്. ശരിയല്ലേടാ? ശരിയല്ലേ? എ ബി ഈസ് ടു ബി ജി എന്ന് പറയുന്നത് 3:1 ആണ്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം, എ ബി എന്ന് പറയുന്നത് 3x ആണ്, ബി ജി എന്ന് പറയുന്നത് 1x ആണ്, 1. ഓക്കെ, കാരണം എ ബി എന്ന് പറയുന്നത് 3x, അതുപോലെ ബി ജി എന്ന് പറയുന്നത് 1x. സെറ്റാണ്. എ ബിന്റെ നീളം എത്രയാ മക്കളെ? എ ബിന്റെ നീളം നിങ്ങൾക്ക് തന്നു 15. 3x 15 ആണെങ്കിൽ എക്സ് എത്രയാ? 15/3. That is equal to 5 സെന്റിമീറ്റർ. ശരിയല്ലേ? എത്രയാണ്? 5 സെന്റിമീറ്റർ. സെറ്റ്. അടുത്ത ചോദ്യം, ഈ രണ്ട് ചതുർഭുജങ്ങളുടെ വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്താണ്? അല്ല, ചുറ്റളവുകൾ തമ്മിലുള്ള റേഷ്യോ. ചുറ്റളവ്, പെരിമീറ്റർ തമ്മിലുള്ള റേഷ്യോ വെച്ചാൽ ഇതിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ കണ്ടാലും മതി. ഓക്കെ, ഇതിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ കണ്ടാൽ മതി എന്ന് മനസ്സിലാക്കുക. അപ്പോ നമ്മളോട് ചോദിച്ചത് എന്താണെന്നറിയോ? എ ബി ഈസ് ടു എ ജി ആണ്. ഓക്കെ, എ ബി ഈസ് ടു എ ജിക്ക് ഈക്വൽ ആണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങൾ സിമിലർ ട്രയാങ്കിൾസിൽ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? സെയിം ആംഗിൾസ് അല്ലേ? അവിടെ അപ്ലൈ ചെയ്യുന്ന അതേ ഐഡിയ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ചുറ്റളവുകൾ തമ്മിലുള്ള റേഷ്യോ ചോദിച്ചാൽ വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ എഴുതിയാൽ മതി. കാരണം ഇത് രണ്ടും സിമിലർ ആണ്. ഈ ട്രയാങ്കിൾ ഇത് പാരലൽ ആയതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നതും, ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ട്രയാങ്കിൾ എ ബി സി ഇസ് സിമിലർ ടു ട്രയാങ്കിൾ ഏതാണ്? എ ജി എഫ്. ബി സി എന്ന് പറയുന്നത് പാരലൽ ടു ജി എഫ് അല്ലേ? അതുപോലെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ സിമിലർ ടു എ ജി എഫ് ആണ്. അതുപോലെ ട്രയാങ്കിൾ നമ്മൾ മനസ്സിലാക്കുക, ട്രയാങ്കിൾ എ സി ഡി എന്ന് പറയുന്നത് സിമിലർ ടു ട്രയാങ്കിൾ എ എഫ് ഇ ആണ്. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ചുറ്റളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് എ ബി ഈസ് ടു എ ജിക്ക് തുല്യമാണ്. എ ബി ഈസ് ടു ബി ജി എന്ന് പറയുന്നത് മക്കളെ മനസ്സിലാക്കണേ, എ ബി ഈസ് ടു ബി ജി എന്ന് പറയുന്നത് 3:1 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, എ ബിയും ബി ജിയും നമുക്കറിയാം. എ ബി 15 ആണ്, എ ബി 15 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ. അപ്പൊ എ ബി ഈസ് ടു എ ജി എന്ന് പറയുന്നത് 15:5 20. എ ജിന്റെ നീളം 20 ആണ്. 15:20. 15:20. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടൂടാ? 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. 3:4 ആണ്. റേഷ്യോ എന്താ? 3:4 തന്നെയാണ്. എ ബി ഈസ് ടു എ ജി. അത് കണ്ടാൽ മതി. ചുറ്റളവ് തമ്മിലുള്ള അംശബന്ധം ചോദിച്ചാൽ അത് വശം തമ്മിലുള്ള അംശബന്ധത്തിന് ഈക്വൽ ആയിരിക്കും. സോ അത് കണ്ടാൽ മതി. ഓക്കെ ആണല്ലോ? സോ ഇത്രയേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം അഡീഷണൽ ആയിട്ട്. ഇതൊരു ട്രയാങ്കിളിന് ഞാൻ പേര് കൊടുക്കുന്നു എ ബി സി. ഇപ്പൊ എ ബിന്റെയും എ സിന്റെയും മിഡ് പോയിന്റുകളാണ് പിയും അതുപോലെ ക്യൂവും എന്ന് വിചാരിക്കുക. പിയും ക്യൂ എന്താണ്? മിഡ് പോയിന്റുകളാണ്. ഓക്കെ, പിയും ക്യൂവും മിഡ് പോയിന്റുകളാണെങ്കിൽ ഞാൻ നോക്കിക്കോ, ക്യൂ മിഡ് പോയിന്റ് ആണല്ലോ. ക്യൂ ഓപ്പോസിറ്റ് വേർട്ടെക്സിലേക്ക് ഒരു വശത്തിന്റെ മധ്യബിന്ദുവിനെ എതിർ മൂലയുമായി യോജിപ്പിക്കുന്ന വരയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ വരയ്ക്കാണ് നമ്മൾ പറയുക മീഡിയൻ. എന്താ പറയാ? മീഡിയൻ അഥവാ നടുവര. ഇനി ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്നത് മധ്യബിന്ദു ആണല്ലോ. അതിനെ എതിർമൂലയായ സിയുമായി യോജിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് നടുവര എന്ന് പറയുന്നത്. ഈ നടുവരകൾ തമ്മിൽ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ടല്ലോ. ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇതിനെയാണ് നമ്മൾ പറയുന്നത് സെൻട്രോയിഡ്. എന്താ പറയാ? സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം. ഓക്കെ, മധ്യമ കേന്ദ്രം.
ആ പോയിന്റിന് ഞാൻ ജി എന്ന് പേര് കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ഒരു റേഷ്യോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബി ജി ഈസ് ടു ജി ക്യു. നോക്കിക്കേ, ബി ജി ഈസ് ടു ജി ക്യു എന്ന് പറയുന്നത് അതേപോലെ വലിയ നീളമുള്ള കഷ്ണം ഏതാ? സി ജി ഈസ് ടു ജി പി എന്ന് പറയുന്നത്. സി ജി ഈസ് ടു ജി പി എന്ന് പറയുന്നത് ഈ റേഷ്യോ എത്രയായിരിക്കും? എപ്പോഴും 2:1 ആയിരിക്കും. എല്ലായ്പ്പോഴും ആ റേഷ്യോ എത്രയാ? 2:1 ആയിരിക്കും. അതായത് ഈ ജി ക്യു എത്രയാണോ അതിന്റെ ഇരട്ടി ആയിരിക്കും ഇപ്പുറത്തുള്ള കഷ്ണം. ഓക്കെ, ഈ ചെറിയ കഷ്ണത്തിന്റെ ഇരട്ടി ആയിരിക്കും ഇപ്പുറത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോ ബി ക്യു എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ ആണെങ്കിൽ എത്രയാണ് ബി ജി, എത്രയാണ് ജി ക്യു? ഞാൻ പറഞ്ഞു ചെറിയ കഷ്ണത്തിന്റെ ഇരട്ടി ആയിരിക്കും വലിയ കഷ്ണം എന്ന് പറയുന്നത്. അതാണ് 2:1 റേഷ്യോ. 1ന്റെ ഇരട്ടി അല്ലേ 2. അപ്പൊ ഒരു ചെറിയ കഷ്ണവും വലിയ കഷ്ണവും തമ്മിലുള്ള റേഷ്യോ 2:1 ആണെങ്കിൽ ചെറിയ കഷ്ണത്തിന്റെ ഇരട്ടിയാണ് വലിയ കഷ്ണം എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇത് കമന്റ് ചെയ്യണം. എത്രയാണ് ബി ജി, എത്രയാണ് ജി ക്യു? ഇത് രണ്ടും മക്കളെ നിങ്ങൾ കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോവാണ്. നമുക്ക് വീണ്ടും കാണാമതുവരേക്കും ബൈ. നിങ്ങൾ ഒറ്റ കാര്യം, ഇന്നത്തെ ലൈവ് മിസ്സാക്കരുത്. 7:30 എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ കൂട്ടിക്കൊണ്ടുവരിക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാമതുവരേക്കും ബൈ.